അപ്പോൾ ഇന്നെന്താ പരിപാടി? ഇന്ന് നമുക്കൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം. സമയം ഇത്രയല്ലോ, നമുക്ക് സമയം കുറച്ചുള്ള ചെമ്മീൻ കറി ഉണ്ടാക്കാം. പെട്ടെന്ന് കഴിയണം. പെട്ടെന്ന് കഴിയണം. ഓക്കെ, ഫൈൻ. നമ്മുടെ ഈ ചെമ്മീൻ കറി ഭയങ്കര സിമ്പിളാണ്. ആദ്യം തന്നെ അറിയാലോ, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് ചെമ്മീൻ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിടും. പിന്നെ അവസാനം നമ്മൾ കടുക് താളിച്ചിടും. അതാണ് പരിപാടി. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ആദ്യം മഞ്ഞൾപ്പൊടി അല്പം മതി. എനിക്ക് ഇവിടുത്തെ ടേസ്റ്റ് അനുസരിച്ചാണ് ഞാനെല്ലാം ഇടുന്നത്. നിങ്ങളവിടെ മഞ്ഞൾപ്പൊടിയുടെ കുത്ത് കൂടുതലാണെങ്കിൽ കുറേശ്ശെ ഇട്ടാൽ മതി. പക്ഷെ ഞാൻ ഇത്രയൊക്കെ ഇടും. ഇവിടെ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, കുഴപ്പമില്ല അവർക്കും. ഇനി അടുത്തത് മുളക് പൊടിയാണ്. ഇതും എരിവ് അനുസരിച്ച് അങ്ങ് ഇട്ടാൽ മതി. ഞാനിവിടെ ഏകദേശം ഒരു 3-4 ടീസ്പൂൺ ആ ഒരളവിൽ. ഓക്കെ. ആവശ്യത്തിന് ഉപ്പ് അധികം ഞാൻ ഇടുന്നില്ല, കാരണം ഒരു തിള വന്നു കഴിയുമ്പോഴാണ് ഞാൻ സാധാരണ രീതിക്ക് നന്നായിട്ട് ഉപ്പിടുന്നത്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ട മേജറായിട്ടുള്ളൊരു ഐറ്റമാണ് തക്കാളി നന്നായിട്ടിടാം. തക്കാളി ആ. പിന്നെ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി എല്ലാം ഇടും. പാർട്ട്ണർ ഒന്ന് സഹായിക്കൂ. ഓക്കെ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണം. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് എന്താക്കിയെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. അപ്പം കുറച്ച് വെള്ളം വേണം. വേഗാവട്ടെ. നമുക്ക് ആ നേരം കൊണ്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീനൊന്നും ഉടഞ്ഞു പോകാതെ നോക്കുക. അപ്പോൾ അധികം മിക്സിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. വെള്ളത്തിരി കൂടുതലായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് തിളപ്പിച്ചൊക്കെ റെഡിയാക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കറിവേപ്പില. എൻ്റെ വീട്ടിൽ സൗണ്ടൊക്കെ കൂട്ടി പറയണം, അല്ലെങ്കിൽ ആരും കേൾക്കില്ല. നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന കറിവേപ്പില അതിൻ്റെ പേരിൽ വിശ്വസിച്ച് കഴിക്കാം. പെസ്റ്റിസൈഡ്സ് ഒന്നും ഉണ്ടാവില്ല. ഇരുന്നാണേ കാണിക്കാം. ഓക്കെ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മുളക് പൊടിയുടെ ആവശ്യമുണ്ട്. ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം എരിവ് അനുസരിച്ചിട്ടാണ്. ഇതൊന്ന് നമുക്കൊന്ന് ഇനിയൊന്ന് ഗ്യാസ് കത്തിച്ചേ. ഒരു കയ്യിൽ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കുടംപുളി ഇടുക. ഞാൻ ഇത്രയും കുടംപുളി ഇടുന്നത്. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ പുളി കൂടിപ്പോവും. അപ്പം ഈ ഒരു അളവിൽ ഇട്ടാൽ മതി. പോപ്പി വന്നല്ലോ. പോപ്പിയും കൂടി നമ്മുടെ കൂടെ കുക്കിങ്ങിൽ കയറിയിട്ടുണ്ട്. ഇവളാണ് നമ്മുടെ തിന്ന് സഹായിക്കുന്ന ആൾ. നമ്മുടെ പോപ്പി. ആ, പോപ്പി തപ്പലാണ്. പോപ്പിക്ക് അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ തപ്പിയെടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പോലെ കിടന്നോളാം. പോപ്പിങ്ങ നോക്കിയേ, ഒന്ന് നോക്കിയേ. പോപ്പി പോപ്പിൻ്റെ സിനിമയിലെടുത്തേ. ഹായ് സന്തോഷായി. ഒന്ന് മെല്ലെ വൺ സൈഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ചട്ടിയാണ്, അപ്പോൾ എന്തായാലും അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ പുളിയിട്ടൊന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പ് ഇനിയാണ് ഞാൻ ഇടാൻ പോണത്. ഒരല്പം കൂടി ഉപ്പിടും, കാരണം ഒരു തിള വന്നിട്ട് ഉപ്പിട്ടാലാണ് എന്ത് ആഹാരമാണെങ്കിലും അതിനൊരു രുചി ഉണ്ടാവുക. ഇനി നമുക്ക് വേണ്ടതാണ് തേങ്ങാപ്പാൽ. അപ്പം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടോ, നേരത്തെ കുറേ അധികം വെള്ളം ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. കാരണം ഈ തേങ്ങാപ്പാലിൽ കുറുകിയിരിക്കുന്ന ചെമ്മീൻ വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറി ആയതുകൊണ്ടാണ് ഏട്ടന് ഇതിനകത്തൊക്കെ കൂടണത്.
എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇത് വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഇവിടെ നന്നായിട്ടുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ എവിടെയോ ചെറുപ്പത്തിൽ ഞാൻ കഴിച്ച് മറന്നുപോയ ഒരു രുചിയുള്ള ഒന്നാണത്. പക്ഷെ ഭയങ്കര എളുപ്പമാണ്, അധികം സമയമൊന്നും നമുക്ക് കളയണ്ട, ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇല്ല, പെട്ടെന്ന് കാര്യങ്ങളാക്കാം. അല്പം വെളിച്ചെണ്ണ എടുക്കുക. നമ്മളിപ്പോഴാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ, താളിക്കാൻ മാത്രം നമ്മൾ വെളിച്ചെണ്ണ. നമ്മൾ ഇതിലിട്ടിരിക്കുന്നത് കടുക്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. പാലൊഴിച്ച് ചെമ്മീൻ കറി, ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നല്ല ഈസിയാണ് പക്ഷെ നല്ല രുചിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുറേ പിഴവുകൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് ഫോണൊന്ന് സ്റ്റക്കായിപ്പോയി, പിന്നെ വോയിസ് വരുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നില്ലത്. പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു ചെമ്മീൻ കറി എടുക്കാനെന്നാൽ പിന്നെ നമുക്കിതൊന്നും ഇടാം. കാരണം ഇതിന് മുന്നത്തെ എൻ്റെ വ്യൂവേഴ്സിന് അറിയാൻ പറ്റും, ഞാൻ കുറച്ച് ഇങ്ങനെ കുക്കറി പരിപാടികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞാൽ ഒരുപാട് നല്ല പാത്രത്തിലൊക്കെ ആക്കി അങ്ങനെയൊക്കെ ഇട്ടിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ ജസ്റ്റ് പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. സിമ്പിളാണ് യെറ്റ് പവർഫുൾ.